ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശനം എന്ന വാക്യം ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 19-20 വാക്യം. രാജാവ് അവരോട് സംസാരിച്ചപ്പോൾ അവരിൽ എല്ലാവരിലും വെച്ച് ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസരിയാവ് എന്നിവർക്ക് തുല്യമായി ഒരുത്തനെയും കണ്ടില്ല. അവർ രാജസന്നിധിയിൽ ശുശ്രൂഷിക്കുന്നതിന് രാജാവ് അവരോട് ജ്ഞാന വിവേക സംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവർ തങ്ങളുടെ രാജ്യത്തെല്ലായിടമുള്ള സകല മന്ത്രവാദികളും ആഭിചാരകന്മാരിലും 10 ഇരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു. നെബൂഖദ്നേസർ രാജാവ് ബാബേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ഒരു കൂട്ടം ആളുകളിൽ യൗവനക്കാരായ, കുലീനന്മാരായ, ശ്രേഷ്ഠന്മാരെന്ന് തോന്നുന്ന കുറേ യൗവനക്കാരെ തൻ്റെ രാജസന്നിധിയിൽ ശുശ്രൂഷയ്ക്ക് വെക്കുവാൻ ആഗ്രഹിക്കുകയും അവർക്ക് അവരുടെ രാജ്യത്തുള്ള ട്രെയിനിങ്, അവരുടെ രാജ്യത്തുള്ള എല്ലാ കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്തുകയും അങ്ങനെ 3 വർഷം രാജകീയമായ ഭക്ഷണം, രാജകീയമായ താമസം, എല്ലാ നിലവാരത്തിലും അവരെ ഉടച്ചു വാർത്ത് രാജകീയമായ ജോലികളിൽ അല്ലെങ്കിൽ ഉന്നതമായ നിലവാരത്തിൽ അവരെ കൊണ്ടുവരുവാൻ രാജാവ് ആഗ്രഹിച്ച് ഷണ്ഡാധിപനോട് അത് പറയുകയും അങ്ങനെ എത്ര ആളുകളെ തിരഞ്ഞെടുത്തു എന്ന് നമുക്കറിയില്ല. പക്ഷേ കുറേ അധികം ആളുകളെ ഷണ്ഡാധിപൻ ശേഖരിച്ച് 3 വർഷം അവർക്ക് രാജ്യത്ത് അതിൻ്റെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ 4 പേരുടെ പേര് നമ്മൾ ധ്യാന ചിന്തയിൽ വായിച്ച 4 പേരുടെ പേര് പ്രത്യേകിച്ച് എടുത്ത് ഇവിടെ പറയുകയാണ്. ദാനിയേൽ, ഹനന്യാവ്, മിശായേൽ, അസരിയാവ്. അവർ ഷണ്ഡാധിപനോട് അല്ലെങ്കിൽ തങ്ങളെ ട്രെയിൻ ചെയ്യിക്കുവാൻ തങ്ങൾ ആരുടെ കൈക്കീഴിലാണോ തങ്ങളെ കൊണ്ടുവച്ചിരിക്കുന്ന ആ വ്യക്തിയോട് പറയുന്ന ഒരു വാക്കാണ് 1:8. രാജാവിൻ്റെ ഭോജനം കൊണ്ടും രാജാവ് കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും ഞങ്ങളെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് അവർ ഷണ്ഡാധിപനോട് പറയും. ഷണ്ഡാധിപൻ അവർക്ക് കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്: നിങ്ങൾ ക്ഷീണിച്ചും ബലമില്ലാതെയും ഒക്കെ ഇരിക്കുന്നത് രാജാവ് കണ്ടാൽ അതിന് അന്വേഷണം നടത്തുകയും അങ്ങനെ ഞാൻ നിങ്ങൾക്ക് വേണ്ട ഭക്ഷണവും പാനീയവും തന്നില്ല, അതുകൊണ്ടാണ് നിനക്കത് സംഭവിച്ചതെന്ന് മനസ്സിലായാൽ എൻ്റെ ജോലിക്കും എൻ്റെ ജീവനും പ്രശ്നമാണെന്ന് പറയുകയും, എന്നാൽ അവർ തിരിച്ച് തങ്ങളുടെ മേൽവിചാരകനായി വെച്ചിരിക്കുന്ന ഷണ്ഡാധിപനോട് പറഞ്ഞൊരു വാക്ക്: 10 ദിവസം ഞങ്ങളെ പരീക്ഷിക്കുക, ഞങ്ങൾ പറഞ്ഞ രീതിയിൽ ഞങ്ങളെ പരീക്ഷിച്ചിട്ട് ഞങ്ങൾക്ക് ശാഖപദാർത്ഥവും പച്ചവെള്ളവും തന്നാൽ അതിൽ ഞങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും വ്യത്യാസം നീ കാണുന്നുവെങ്കിൽ നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ 10 ദിവസം കഴിഞ്ഞപ്പോൾ ആ ശേഖരിക്കപ്പെട്ട ബാബേൽ രാജാവിൻ്റെ അടുക്കലേക്ക് യഹൂദ ബാലന്മാരെ കൊണ്ടുവന്ന് ശേഖരിച്ചിരിക്കുന്ന യഹൂദ ബാലന്മാരിൽ ഈ 4 പേരെയും അവരെയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ അവരെക്കാളൊക്കെ ഏറ്റവും ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും മെച്ചമുണ്ട് എന്ന് കാണുകയും അവരുടെ അധികാരിയായി വച്ചിരിക്കുന്ന ഷണ്ഡാധിപൻ 3 വർഷക്കാലം ശാഖപദാർത്ഥവും പച്ചവെള്ളവും കുടിച്ച് പോകാൻ അവരെ അനുവദിക്കുകയും ചെയ്തു. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഞാൻ ദൈവ ധ്യാന ചിന്തയ്ക്ക് വേണ്ടി എൻ്റെ ഹൃദയത്തിൽ ദൈവം പ്രകാശിപ്പിച്ചു തന്നത്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, രാജാവ് 3 വർഷക്കാലം കഴിഞ്ഞ് ഈ 4 യഹൂദ ബാലന്മാരെ കൊണ്ടുവന്ന് രാജാവിൻ്റെ മുമ്പിൽ നിർത്തുമ്പോൾ അവരെ രാജാവ് കണ്ട് രാജാവ് കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് 19-20 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. അവർക്ക് തുല്യമായി യഹൂദ ബാലന്മാരിൽ ആരെയും കണ്ടില്ല എന്ന് വെച്ചാൽ 3 വർഷം ട്രെയിനിങ് കൊടുത്ത ആളുകളെ രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ശാഖപദാർത്ഥവും പച്ചവെള്ളവും കുടിച്ച ഈ യഹൂദ ബാലന്മാരായ ഈ 4 പേരും മറ്റ് യഹൂദ ബാലന്മാരും തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ
ഇവർക്ക് തുല്യമായി മറ്റ് യഹൂദ ബാലന്മാരെ കാണുവാനിടയായി തീരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട് രാജാവ് പറയുകയാണ് 20-ാമത്തെ വാക്യം, തൻ്റെ രാജസന്നിധിയിൽ താൻ നിർത്തിയിരിക്കുന്ന മന്ത്രവാദികളും ആഭിചാരകന്മാരും. ആ കാലഘട്ടത്തിൽ അവരാണ് രാജാവിന് രാജകീയ കാര്യങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അവരാണ് രാജാവ് രാജകീയ കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ് രാജാവിന് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുന്ന ആളുകളാണ്. അത് കൽദയ വിദ്യയും ഭാഷയും അഭ്യസിപ്പിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ രാജാവിന് ഉപദേശങ്ങൾ കൊടുത്ത്, ഈവൻ ഈ രാജാവ് ഇവരുടെ ഉപദേശം കൊണ്ടും ഇവരുടെ അഭിപ്രായം കൊണ്ടൊക്കെയാണ് യഹൂദയെ ആക്രമിക്കുകയും അങ്ങനെയാണ് അവരെപ്പോലും തോൽപ്പിച്ചവർ എന്ന് വെച്ചാൽ എത്രയോ രാജ്യങ്ങളെ കീഴടക്കിയ തന്നെ നെബൂഖദ്നേസർ. അതിൻ്റെ അഭിപ്രായം പറഞ്ഞു കൊടുത്തത് ഇവർ. അപ്പം നോക്കണം, ഇവർ കേവലം ചെറിയ ആൾക്കാരല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവരെല്ലാവരെക്കാളും പ്രൈസ് ദി ലോർഡ് നോക്കണം, ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസരിയാവ് എന്നിവർ പ്രൈസ് ദി ലോർഡ് അവർക്ക് പ്രൈസ് ദി ലോർഡ് 10 ഇരട്ടി വിശിഷ്ടർ എന്ന് കണ്ടു. അവർ 10 ഇരട്ടി വിശിഷ്ടർ. അപ്പോൾ നോക്കണം, ശേഖരിക്കപ്പെട്ട യഹൂദബാലന്മാരെക്കാൾ പച്ചവെള്ളവും ശാഖപദാർത്ഥവും കഴിച്ചവർ ശ്രേഷ്ഠരെന്ന് കണ്ടു. തൻ്റെ രാജസന്നിധിയിൽ ഇന്നലകളിൽ നിന്ന് അഭിപ്രായങ്ങളും കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് രാജാവിന് ഉപദേശം കൊടുത്ത ആഭിചാരകന്മാരെക്കാൾ മന്ത്രവാദികളെക്കാൾ 10 ഇരട്ടി വിശിഷ്ടരെന്ന് ഇവരെ കാണുവാനിടയായി. അപ്പം ഇതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ പ്രൈസ് ദി ലോർഡ് നോക്കണം, അവരുടെ തീരുമാനം എന്ന് വെച്ചാൽ രാജാവ് കഴിക്കുന്ന പ്രൈസ് ദി ലോർഡ് ഭോജനവും കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്നുള്ള അവരുടെ തീരുമാനമാണ്. അല്ലെങ്കിൽ ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു വിശുദ്ധിയുടെ പ്രമാണം ഉണ്ട്, അത് വിട്ട് ഞങ്ങളെ അശുദ്ധമാക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, ഞങ്ങൾ വിശുദ്ധരാണ്. ഞങ്ങൾ ജീവിക്കുന്നത് ബാബേലിലാണ്, ബാബേൽ രാജാവിൻ്റെ കൊട്ടാരത്തിലാണ്. അവിടെ അശുദ്ധമായ ആഹാരവും അശുദ്ധമായ പാനീയങ്ങളും ഒക്കെ ഉണ്ട്. അശുദ്ധിയുടെ ഒരു കേളീരംഗങ്ങളുടെ ഇടയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പക്ഷേ ഞങ്ങളെ തന്നെ അശുദ്ധരാക്കുകയില്ല, തന്നെത്താൻ അശുദ്ധരാക്കുകയില്ല എന്ന പദമാണ്. പ്രൈസ് ദി ലോർഡ്. തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല. അപ്പോൾ അവരുടെ തീരുമാനം എന്തുകൊണ്ട് അവർ യഹൂദ ബാലന്മാരെക്കാൾ കൽദയുടെ ഇടയിലുണ്ടായിരുന്ന പ്രൈസ് ദി ലോർഡ് ആ മന്ത്രവാദികളെക്കാൾ ആ ആഭിചാരകന്മാരെക്കാൾ 10 ഇരട്ടി വിശിഷ്ടരായി തോന്നി, തന്നെത്താൻ അശുദ്ധമാക്കാഞ്ഞതുകൊണ്ട്. കാലം പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കഴിക്കുന്ന ആഹാരമല്ല സൗന്ദര്യത്തിന് ലക്ഷണം. പ്രൈസ്, കുടിക്കുന്ന പാനീയമല്ല ആരോഗ്യത്തിൻ്റെ ഉറവിടം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഞ്ചരിക്കുന്ന വാഹനങ്ങളോ കിടക്കുന്ന ഇടങ്ങളോ ഒന്നുമല്ല നമ്മൾ വിശിഷ്ടരും ബുദ്ധിമാന്മാരും ഒക്കെയായി മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. ലഭിക്കപ്പെടുന്ന ട്രെയിനിങ്ങുകളും അല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇവരോടൊപ്പം ട്രെയിനിങ് കിട്ടിയവരാണ് പ്രൈസ് ദി ലോർഡ് മറ്റ് യഹൂദ ബാലന്മാർ. ഇവരെക്കാളും ട്രെയിനിങ് കിട്ടിയവരാണ് ഹല്ലേലൂയ സ്തോത്രം ആഭിചാരകന്മാരും മന്ത്രവാദികളും. പക്ഷേ അവർക്കൊന്നുമില്ലാത്ത വിശിഷ്ടമായത് ചിലത് ഇവർക്ക് കിട്ടിയത് തന്നെത്താൻ അശുദ്ധമാക്കുകയില്ലെന്നുള്ള അവരുടെ തീരുമാനമായിരുന്നു എന്ന് ഈ പ്രഭാതത്തിൽ കർത്താവ് ജനത്തോട് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ പറയുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് സ്തോത്രം സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിൽ ബാലാക്ക് ബിലയാമിനെ വിളിച്ചുകൊണ്ടുവന്ന് പ്രൈസ് ദി ലോർഡ്
ഇസ്രായേൽ ജനത്തെ ശപിക്കുവാൻ അല്ലെങ്കിൽ യുദ്ധം കൊണ്ട് ഇസ്രായേൽ ജനത്തെ തോൽപ്പിക്കാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, ബാലാക്ക് എന്ന ഒരു സ്തോത്രം, ഹല്ലേലൂയ, ഒരു ദുർമന്ത്രവാദി അല്ലെങ്കിൽ പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഒരു ആഭിചാരകനെ പ്രൈസ് ലോർഡ് ദൈവജനത്തെ ശപിച്ച് ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചു കൊണ്ടുവരുമ്പോൾ ബിലെയാം ബാലാക്കിനോട് പറയുകയാണ്, ഞാൻ എത്ര ശപിച്ചാലും അവർക്ക് ആ ശാപം കേൾക്കുകയില്ല. ഞാൻ എത്ര ആഭിചാരം ചെയ്താലും ആഭിചാരം അവർ കേൾക്കുകയില്ല. ഞാൻ എത്ര ലക്ഷണവിദ്യ കൊണ്ട് അവർക്കെതിരെ ചെയ്താലും അത് ഫലിക്കുകയില്ല. കാരണം സ്തോത്രം, ഹല്ലേലൂയ, അവൻ പറയുകയാണ് സ്തോത്രം, ഈ ജനം തനിച്ചു പാർക്കുന്ന ജനമാണ്. പ്രൈസ് ദി ലോർഡ്. ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല എന്ന് വെച്ചാൽ ഇവർ വിശുദ്ധ ജനമാണ്. ദൈവം ഇവരുടെ കൂടെ വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ജനമാണ്, ദൈവം ഇവരുടെ കൂടെ വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇവരെ ശപിച്ചോ ലക്ഷണവിദ്യ കൊണ്ടോ ആഭിചാരം കൊണ്ടോ തകർക്കുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സ്തോത്രം, ഈ ബിലെയാം ബാലാക്കിന് ഒരു ഉപദേശം കൊടുത്തിട്ട് പോയി, ഇവിടെ വിശുദ്ധിയെ തകർത്തു കളയാൻ നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ ഇവരെ തോൽപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ സംഖ്യാപുസ്തകം 25 വരുമ്പോൾ സ്തോത്രം, മോവാബ്യ സ്ത്രീകളുമായിട്ട് പരസംഗം ചെയ്യുന്ന ഇസ്രായേൽ ജനത്തെ കാണുകയും അവിടെ വലിയൊരു സംഹാരമൊക്കെ ഉണ്ടായി. പുതിയ നിയമത്തിലും പലയിടങ്ങളിൽ കാണുന്നുണ്ട്. ബിലെയാം ബാലാക്കിന് സ്തോത്രം, ഹല്ലേലൂയ, ഉപദേശിച്ചു കൊടുത്ത ഉപദേശം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധിയെ കളഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് ഇവരെ തകർക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവർക്ക് ലക്ഷണവിദ്യ ഏൽക്കാതിരുന്നത്, ആഭിചാരം ഏൽക്കാതിരുന്നത്, ശാപമേൽക്കാതിരുന്നത്, യുദ്ധം ചെയ്തവരെ തോൽപ്പിക്കാൻ കഴിഞ്ഞത് ഇവരുടെ ശക്തി കാട്ടുപോത്തിന് തുല്യമായ ശക്തി ഏത് എന്ന് ചോദിച്ചാൽ വിശുദ്ധിയായിരുന്നു. ആ വിശുദ്ധി ഇവർക്കുണ്ടായിരുന്നത് കൊണ്ട് ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എൻ്റെ ചിന്ത ഇവിടെ നിർത്തേണ്ട സമയമാകുന്നുകൊണ്ട് ഞാൻ ജനത്തോട് പറഞ്ഞ് നിർത്തട്ടെ. ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം. ദൈവജനത്തിൻ്റെ ശക്തി എന്നുള്ളത്, ദൈവജനത്തിൻ്റെ ജ്ഞാനമെന്നുള്ളത്, ദൈവജനത്തിൻ്റെ കഴിവെന്നുള്ളത്, ദൈവജനം വിശിഷ്ടരാകുന്നത്, ഹല്ലേലൂയ, ദൈവം അവരോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ വിശുദ്ധി, ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം, അവൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം. നിന്റെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ട് എന്നുള്ളതാണ് പിശാചിനും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയാതെ പോകുന്നത്. ശാപങ്ങൾ ഏൽക്കാൻ കഴിയാത്തത്. പ്രൈസ് ദി ലോർഡ്. ദോഷങ്ങൾ നിനക്ക് ഏൽക്കാതിരിക്കുന്നത്. അതുകൊണ്ട് സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നെബൂഖദ്നേസർ രാജാവ് പറയുന്ന ഒരു പദം കൂടെ ഞാൻ ഇതിനകത്ത് പറഞ്ഞു നിർത്താം. സ്തോത്രം, ഹല്ലേലൂയ. അദ്ദേഹം പറയുന്നത് ദാനിയേൽ 4:18 വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുള്ളതുകൊണ്ട് നീ അതിന് പ്രാപ്തനാകും. പ്രൈസ് ദി ലോർഡ്. വിശദീകരണം ആവശ്യമുണ്ടെങ്കിലും ഞാനിവിടെ നിർത്തുന്നു. ദാനിയേൽ കണ്ട സ്തോത്രം, നെബൂഖദ്നേസർ കണ്ട ഒരു സ്വപ്നത്തിന് അർത്ഥം കൊടുക്കുവാൻ വേണ്ടി നെബൂഖദ്നേസർ ദാനിയേലിനെ വിളിച്ചിരിക്കുമ്പോൾ പറയുന്നത് വേറെ ആർക്കും ആ അർത്ഥം പറയാൻ കഴിയില്ല. കാരണം ഹല്ലേലൂയ, നിന്റെ മേൽ വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുണ്ടെന്ന്. അപ്പോൾ ഹല്ലേലൂയ, നെബൂഖദ്നേസർ അത് കണ്ടു. അവൻ്റെ ജീവിതത്തിൽ വിശുദ്ധി, അല്ലെങ്കിൽ ഞങ്ങളുടെ ദേഹമെല്ലാം അശുദ്ധിയിലുള്ളതാണ്, പക്ഷെ നിന്റെ മേലുള്ള ആത്മാവ് വിശുദ്ധ ദേവൻ്റെ ആത്മാവാണ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവമക്കളെ, വിശുദ്ധിയിൽ ജീവിക്കാം, വിശുദ്ധിയിൽ രസിക്കാം, വിശുദ്ധിയിൽ മുൻപോട്ട് പോകാം. ഹല്ലേലൂയ. വിശുദ്ധിയിൽ നിന്നും മാറിയാൽ ഹല്ലേലൂയ നിന്റെ കഴിവ്, ജ്ഞാനം, നിന്റെ ശ്രേഷ്ഠതയൊക്കെ തകർന്നു പോകും. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, വിശുദ്ധിയാണ് നിന്റെ സൗന്ദര്യം, വിശുദ്ധിയാണ് നിന്റെ ബുദ്ധി, വിശുദ്ധിയാണ് നിന്റെ ഉത്കൃഷ്ടത, വിശുദ്ധിയാണ് നിന്റെ ശ്രേഷ്ഠത, വിശുദ്ധിയാണ് നിന്റെ ഉയർച്ച, വിശുദ്ധിയാണ് നിന്റെ ശക്തി. ഹല്ലേലൂയ. ആ വിശുദ്ധിയിൽ ഹല്ലേലൂയ ദൈവത്തോട് കൂടെ ഇരുന്ന് ജീവിതത്തിൽ മുന്നേറാം. അതിനാൽ ഈ വചനങ്ങൾ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനിവിടെ നിർത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം
ദൈവജനത്തിന് തരട്ടെ. ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നീച്ചനായ കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാലാക്കിനോട് ബിലയാം പറയുന്നത് പോലെ ഈ ജനത്തെ നിനക്ക് ഒരു രീതിയിലും തോൽപ്പിക്കാൻ കഴിയുകയില്ല. അവരുടെ കൂടെ ദൈവമുണ്ട്. അവർ തനിച്ചു പാർക്കുന്ന വിശുദ്ധ ജനമാണ്. അതുകൊണ്ട് അവരെ തോൽപ്പിക്കാൻ ശാപം കൊണ്ടോ ഹല്ലേലൂയ സ്തോത്രം ഒന്നുകൊണ്ടും കഴിയുകയില്ല. യുദ്ധം കൊണ്ട് കഴിയുകയില്ല. ആഭിചാരം കൊണ്ട് കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം കർത്താവേ, സ്തോത്രം. ദാനിയേൽ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹനന്യാവ്, മിശായേൽ, അസരിയാവ് കർത്താവേ, അവർ യഹൂദ പാലന്മാരെക്കാൾ പ്രൈസ് ദി ലോർഡ് കൽദയുടെ ഇടയിലുണ്ടായിരുന്ന ആഭിചാരന്മാർക്കാൾ മന്ത്രവാദികളെക്കാൾ 10 ഇരട്ടി വിശിഷ്ടയുള്ളവരായത് കർത്താവെ അവർ തന്നെത്താൻ അശുദ്ധരാക്കാതിരുന്നത് കൊണ്ട്. കർത്താവെ, വചനം കേൾക്കുന്ന ജനത്തിന് ആ ബോധ്യം കൊടുത്ത് നടത്തണം. കർത്താവ്, വിശുദ്ധിയിൽ അങ്ങ് അധിവസിക്കുമ്പോൾ, ഞങ്ങൾ വിശുദ്ധരായിരിക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുമ്പോൾ, അശുദ്ധിയിലേക്ക് പോകാതെ ആ വിശുദ്ധിയാണ് ഹല്ലേലൂയ സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹമെന്ന് ജനത്തിന് ബോധ്യം കൊടുത്തുകൊണ്ട് സ്തോത്രം. അതിൽ രസിക്കുവാൻ, അതിൽ ജീവിപ്പാൻ കർത്താവ് ജനത്തെ അനുഗ്രഹിക്കണം. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. അനുഗ്രഹീതമായൊരു ദിനം ദൈവജനത്തെ തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.